എന്തൊരു ഭീകരമായ മർദ്ദനമാണ്. ആ ദൃശ്യം കാണുന്ന ആർക്കും വലിയ രോഷം വരും. കാരണം ഇങ്ങനെയൊക്കെ കേരളത്തിൽ നടക്കും. പ്രാകൃത യുഗത്തിൽ നടക്കുന്ന സംഗതികളാണ്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ CPയുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന മർദ്ദനം എന്നൊക്കെ. ഇതെന്താ ഇത് കയറൂരി വിട്ട പോലെയാണ്. ഇപ്പോൾ ഇത് CCTV ദൃശ്യങ്ങളുടെ മുമ്പിൽ വന്നതുകൊണ്ട് എല്ലാവരും കണ്ടു. അപ്പോൾ ബിഹൈൻഡ് ദി കർട്ടൻ എന്തൊക്കെ നടക്കുന്നുണ്ടാവും. കൊടും ക്രൂരത ആണ് ഈ ദൃശ്യം കണ്ട ആർക്കും ഫീൽ ചെയ്യുക. ശക്തമായ നടപടി ആവശ്യമാണ്. അതിന് ശാശ്വത പരിഹാരം വേണം. ഇതൊരു തലോടലാണ്. UDF തീർച്ചയായിട്ടും അതാലോചിക്കും. ശാശ്വത പരിഹാരമാണ്. ഞങ്ങളെ മാനിഫെസ്റ്റോ തന്നെ വെക്കണം. പോലീസിലൊരു വിഭാഗം ജനസൗഹൃദമായാൽ പോരാ. ജനസൗഹൃദ പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ പോലീസിൻ്റെ ജനസൗഹൃദം കണ്ടാണല്ലോ. അവരിൽ ഒരു വിഭാഗത്തെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവരെ സൗഹൃദമാക്കാൻ ട്രെയിനിങ് കൊടുക്കുകയല്ല വേണ്ടത്. മുഴുവൻ പോലീസിൻ്റെ നയവും ഈ കാര്യത്തിൽ മാറണം. ഇപ്പോൾ ഉള്ള ഈ സ്ഥിതി മാറ്റം വരുത്താൻ ആവശ്യമായ നടപടികൾ തീർച്ചയായിട്ടും UDF ആലോചിക്കും. ഞങ്ങൾ ആ വിഷയം പോലീസിലെ പരിഷ്കാരം ഒരു ഐറ്റമായി തന്നെ കൊണ്ടുവരാൻ ഞങ്ങൾ ചർച്ച നടത്തും. അല്ല, ഇത് ഞാനതാ പറഞ്ഞത്, ഇത് CCTV മുമ്പിൽ വന്നതുകൊണ്ട് നാട്ടുകാർ കണ്ടു. ഇത് ഒറ്റപ്പെട്ടതാണോ എന്നുള്ളത് ആർക്കറിയാം. പക്ഷേ ഒരുപാട് ഒറ്റപ്പെട്ട സംഭവങ്ങളാവുമ്പോൾ അത് പിന്നെ എല്ലാ ദിവസമുള്ള സംഭവമായി മാറുമല്ലോ. അത് കേൾക്കുന്നവരിപ്പോൾ ഒറ്റപ്പെട്ട എന്ന് പറയുന്നത് തന്നെ പരിഹാസമായി മാറിയിട്ടുണ്ട്. വേണ്ടത്ര പരിഹാസം ഗവൺമെൻറ്റിന് അതിൻ്റെ പേരിൽ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ നോവലെഴുത്തുകാർക്കും കഥയെഴുത്തുകാർക്കൊക്കെ രക്ഷാപ്രവർത്തനം ഒരു പദപ്രയോഗമാണ്. തലക്കടിച്ച് പിന്നെ അവിടെ അവശയാക്കി ഇട്ടിട്ട് ഇത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഗുണ്ടകൾ പോകുന്ന കാഴ്ച നമ്മൾ കാർട്ടൂണിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിഹാസ്യമായ ഒരു നടപടിയാണിത്. മാത്രമല്ല ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത നടപടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മർദ്ദന മുറകൾ കൂടെ വരുമ്പോൾ പിന്നെ അത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് വിടും. ഞങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ UDF ശക്തമായി പ്രതിഷേധിക്കും. നിയമസഭയിൽ ഈ വിഷയം ഞങ്ങൾ പറയും. ഒരു സംശയവുമില്ല. ഈ വക മർദ്ദന മുറകൾ അനുവദിക്കാനേ ഒക്കില്ല.